ഇസ്തിഹിയാന്റെ റസൂല് നമ്മിലെ റസൂല് നമുക്ക് ഹയാത്ത് നൽകാനുള്ള വിജ്ഞാനത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് റസൂൽ ഇസ്തിഹിയ. റസൂലിന് ഇസ്തിഹിയ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ റസൂലിന് ലജ്ജ ഉണ്ട് എന്നല്ല. ഓരോ മനുഷ്യനിലെയും ദൂതൻ, ഇനി മനുഷ്യനായ ദൂതൻ എടുത്തോളി, എന്നാലും വേണ്ടില്ല, ഈ ദൂതൻ ആ സമൂഹത്തിന് ഹയാത്ത് നൽകാനുള്ള അറിവുകൾ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖ്, അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം അള്ളന്നെ ഹക്ക. അതിന് ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഉദാഹരണം വന്നത് വെള്ളത്തിന് ദാഹിക്കുമോ എന്നാ ചോദിച്ചത്. വെള്ളത്തിന് ദാഹിക്കൂല. കാരണം വെള്ളത്തിന് എങ്ങനെ ദാഹിക്കുക? എന്ന പോലെ തന്നെ അള്ളാഹുവിന് ജീവിക്കാൻ വേണ്ട വിജ്ഞാനത്തെ തേടേണ്ട ആവശ്യം അള്ളാഹുവിനില്ല. നേരെ മറിച്ച് റസൂലിനുണ്ട്. അതാണ് ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊലത്തൻ എന്ന് പറഞ്ഞത്. ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ് ഷൈഅൻ എന്ന് പറഞ്ഞത്. അല്ലാതെ അള്ളാഹ്ക്ക് നാണോ മാനോ ഇല്ല എന്നല്ല. ഇസ്തഹിയ എന്ന ഹയാത്തിനെ തേടുക, അത് ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ. ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി, നിങ്ങൾ അള്ളാഹ്ക്കും റസൂലിനും ഉത്തരം നൽകണം. ഇദാ ദഅാക്കും, അവർ രണ്ടുപേരും നിന്നെ ക്ഷണിച്ചാൽ, ലിമാ യുഹീക്കും, നിനക്ക് ഹയാത്ത് നൽകുന്ന കാര്യത്തിലേക്ക്, നിന്നെ ജീവിപ്പിക്കുന്ന, നിനക്ക് ജീവൻ തരികയാണ്. മരിച്ചിട്ട് നീ ശവമാണ്, ഞാൻ നിങ്ങളൊക്കെ ശവമാണ്. ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊന, കേൾക്കുന്നവർക്ക് ഉത്തരം കൊടുക്കാൻ കഴിയുള്ളൂ. ഖുർആൻ പറയുന്നത് വയബ്അസുഹുമുല്ലാഹുൽ മൗത, മൗത്തകളെയാണ് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. മൗത്ത എന്ന് പറഞ്ഞാൽ ശാരീരികമായി മരിച്ച് മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ആൾക്കാരെ അള്ളാഹു എഴുന്നേൽപ്പിക്കുന്നല്ല. ഖുർആൻ പറഞ്ഞതല്ലേ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ. എങ്ങനെ എവിടുന്നാണ് എഴുന്നേൽപ്പിച്ചത്? റസൂൽ മരിച്ചു കിടക്കുകയായിരുന്നു. ഇസ്രായേൽ ജനതയോട് പറഞ്ഞില്ലേ, അള്ളാഹു ബഅസനാക്കും മിൻ ബഅദി മൗതിക്കും ലഅല്ലക്കും തഷ്കുറൂൻ. അപ്പൊ ഇസ്രായേൽ ജനത മുഴുവൻ, ബനു ഇസ്രായേൽ ജനത മുഴുവൻ ചത്തു കിടക്കുകയായിരുന്നു. അവിടുന്ന് ഞാൻ ബഅസനാക്കും മിൻ ബഅദി മൗതിക്കും. ഏതാണ് ആ ചാകല്? ചിന്താപരമായ ചാകലാണ്, ബുദ്ധിപരമായ ചാകലാണ്, വൈജ്ഞാനിക രംഗത്തുള്ള ചാകലാണ്, അറിവിന്റെ രംഗത്തുള്ള ചാകലാണ്. ആ ചാകലിൽ നിന്ന് ആ ജനതയെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. അതാണ് ചാകല്. അങ്ങനെ ഹയാത്ത് നൽകുക, നമുക്ക് ഹയാത്ത് നൽകുക. അവിടുന്ന് പോകുന്നത് ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി, അള്ളാഹ്ക്കും അള്ളാഹുവിന്റെ റസൂലിനും നിങ്ങൾ ഉത്തരം കൊടുക്കണം. നിങ്ങളുടെ ഉള്ളിൽ റസൂൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം കൊടുക്കുന്നുണ്ടോ? വിജ്ഞാനം സ്വീകരിക്കാൻ, സത്യം സ്വീകരിക്കാൻ സ്നേഹമുള്ളവനെ ജീവനുള്ളൂ. സ്നേഹമുള്ളവനെ ജീവനുള്ളൂ. സ്നേഹത്തിൽ നിന്ന് മരിച്ച ഹൃദയം മരിച്ച ശവമാണത്. സ്നേഹമില്ലാത്ത ഹൃദയം മരിച്ചവനാണ്. വിജ്ഞാനം മാത്രമല്ല, ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് സ്നേഹം പോയോ അവൻ മരിച്ചു, അവൻ ശവമാണ്. ഒരു കുഞ്ഞിനെ കണ്ടിട്ട് അതിനെ താലോലിക്കാനും കൊഞ്ചാനും തോന്നാത്ത, വികാരം തോന്നാത്ത മനുഷ്യൻ ചത്ത മനുഷ്യനാണ്. അവന് ജീവനില്ല. അവർ എങ്ങനെ തോന്നുന്നത്? എന്റെ കുഞ്ഞിനൊക്കെ എനിക്ക് എടുത്തിട്ട് തോളിൽ വെച്ചിട്ട് അറിയാം എന്തൊക്കെ എന്റെ ദേഹത്ത് കാട്ടാന്ന് എനിക്കറിയില്ല. അതിനെ നോക്കിയിട്ട് എനിക്ക് വികാരം തോന്നിയാൽ ഞാൻ ചത്ത മനുഷ്യനല്ലാതെ വേറൊരു മനുഷ്യനുമല്ല. അപ്പൊ അതാ പറയുന്നത്, സ്നേഹമില്ലാത്ത, കാരുണ്യമില്ലാത്ത മനുഷ്യൻ, ആ ഹൃദയം ചത്ത ഹൃദയമാണ്. ആ ചത്ത ഹൃദയമാണത്. അതാണ് അതിന് ജീവൻ കൊടുക്കാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ അള്ളാഹു നിങ്ങളോട് വിളിക്കും, നിങ്ങളെ റസൂല് നിങ്ങളെ വിളിക്കും. അപ്പൊ നിങ്ങൾ അതിന് ഉത്തരം കൊടുക്കണം കേട്ടോ. പക്ഷേ ഉത്തരം കൊടുക്കുന്നവൻ ആരാണെന്ന് അള്ളാഹു പറഞ്ഞു. ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊന, കേൾക്കുന്നവരെ ഉത്തരം കൊടുക്കൂ.